ശ്രുതിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നൊരു പിടുത്തവുമില്ല. ശ്രുതി തോമസ് ഏട്ടനെ വിളിക്കാമെന്ന് പറഞ്ഞ് അപ്പുറത്ത് പോയിട്ട് വിളിക്കുകയൊന്നും ചെയ്യുന്നില്ല. എന്തായാലും അവരുടെ കൂടെ പോയി നോക്കാമെന്ന് മനസ്സ് പറയും. സുഭാഷ് നിധിയോട് പറയും വീട്ടിലെത്തിയാലും ഭക്ഷണമൊക്കെ നേർക്ക് കഴിക്കണേ മോളെ. നിധിയുടെ അച്ഛൻ ചോദിക്കും എന്താ സുഭാഷേ അങ്ങനെ ഒരു സംസാരം, അവൾ ഇത്രയും കാലം അവിടെ തന്നെയല്ലേ നിന്നത്. നിധി പറയും അതല്ല അച്ഛാ, സുഭാഷ് ഏട്ടന് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ വലിയ ശ്രദ്ധയാണ്. നികേഷ് ആണെങ്കിൽ നിധി പോകുന്ന കാര്യം ഓർത്ത് കരയാണ്. നിധി പോയിട്ട് നികേഷിനെ സമാധാനിപ്പിക്കും. അവരവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ശ്രുതിയുടെ അച്ഛൻ അങ്ങോട്ട് വരും. നിധിയുടെ കയ്യിലേക്ക് വട കൊടുത്തിട്ട് പറയും ഇത് മോള് പോകുമ്പോൾ കഴിച്ചോ, 2 അച്ഛനും കൊടുക്ക്. വലിയ ഹോട്ടലിലൊന്നും ഈ വടയുടെ ടേസ്റ്റ് കിട്ടില്ല, പിന്നെ കുറച്ച് ദൂരം യാത്ര ചെയ്യാനുള്ളതല്ലേ. കാറിൽ പോകുമ്പോൾ നിധി വരും അച്ഛാ, എനിക്ക് വേണ്ടി ഇത്രയും ദൂരം വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, താങ്ക് യു വെരി മച്ച്. അച്ഛൻ പറയും അതൊക്കെ സംസാരിക്കാൻ സമയമുണ്ടല്ലോ മോളെ. അച്ഛൻ ഡ്രൈവറോട് കാറൊന്ന് സൈഡാക്കാൻ പറയും. എന്നിട്ട് പുള്ളിയോട് ഇറങ്ങാനും പറയും. അവർ പുറത്തു പോയിട്ട് എന്തോ സംസാരിക്കുകയാണ്. ശ്രുതി നിധിയോട് ചോദിക്കും എന്തായിരിക്കും ഇവിടെ നിർത്തിയത്. നിധി പറയും എന്തെങ്കിലും വാങ്ങാനാവും, അതിനിവിടെ ഇവിടെ കട. നിധി പിന്നെയും അച്ഛൻ വീട്ടിൽ വന്നതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. ശ്രുതി സംസാരിച്ചുകൊണ്ടാണ് അച്ഛൻ വീട്ടിലേക്ക് വന്നത്. ശ്രുതി എന്താ പറഞ്ഞത്? ശ്രുതി അന്ന് അച്ഛനോട് ശ്രുതിയെ പൊക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലോർക്കും. എന്നിട്ട് പറയും നിധിക്ക് അവിടെ ഉണ്ടായ വിഷമങ്ങളും അവരെയൊക്കെ മിസ് ചെയ്യുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. നിധി പറയും ഇയാൾ ആൾക്കാരെ പറഞ്ഞു വീഴ്ത്താൻ മിടുക്കനാണെന്ന് എനിക്കറിയാം, പക്ഷേ എൻ്റെ അച്ഛനെ വീഴ്ത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിധിയുടെ അച്ഛൻ ഡ്രൈവറെ പറഞ്ഞയച്ചിട്ട് ശ്രുതിയോട് വണ്ടി എടുക്കാൻ പറയും. നിധിയും അതെന്തിനാ ഡ്രൈവറെ പറഞ്ഞയച്ചത്? അച്ഛൻ പറയും നമ്മളിവിടുന്ന് സംസാരിക്കുന്നത് നമ്മളുടെ വീട്ടിലെ കാര്യങ്ങളല്ലേ, അത് പുറത്തുനിന്ന് ഒരു ഡ്രൈവർ കേൾക്കണ്ടെന്ന് വിചാരിച്ച്. ഇനി നമുക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാമല്ലോ. പിന്നെ സുധീഷ് ഒരു അസാധ്യ ഡ്രൈവറല്ലേ, അന്ന് നിന്നെയും കൊണ്ട് എന്തൊരു പോക്കാ പോയത്. നിധി അച്ഛൻ്റെ തോളിൽ ചാഞ്ഞ് കിടക്കുമ്പോൾ അച്ഛൻ ശ്രുതിയെ ഇങ്ങനെ നോക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ ആകെ ടെൻഷനായി നിൽക്കുകയാണ്. ഹരീഷ് വർക്ക്ഷോപ്പിൽ വണ്ടി നന്നാക്കുന്നതിൻ്റെ ഇടയിൽ കൂടെയുള്ള ആളോട് ചോദിക്കും അവളെന്താടാ വരാത്തത് വണ്ടി കൊണ്ടുപോകാൻ. അവൻ ചോദിക്കും ഏതവള്? എടാ ഈ വണ്ടിയുടെ ഉടമ. ഓ അങ്ങനെ. ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്ത വണ്ടി നന്നാക്കാൻ ഇന്നലെ തന്നെ ഹരീഷ് ഏട്ടന് ഒരു ദിവസം മുഴുവൻ എടുത്തു. ഹരീഷ് പറയും അതിന് കംപ്ലൈൻ്റൊക്കെ ഉണ്ട്. ആ ഇതാ ആൾ വരുന്നുണ്ടല്ലോ, നേരിട്ട് അങ്ങ് പറഞ്ഞോ. ഹരീഷ് നോക്കുമ്പോൾ നീതു നടന്നു വരുന്നത് കാണും. ഹരീഷയ്ക്കും ഇന്നലെ വണ്ടി എടുക്കാൻ എന്താ വരാഞ്ഞത്? വൈകുന്നേരം തന്നെ വണ്ടി റെഡിയാക്കി വെച്ചിരുന്നു. നീതു പറയും കുറേ തിരക്കായിപ്പോയി, 2 മാസം കൂടി കഴിഞ്ഞാൽ കല്യാണമാണല്ലോ. ഇത് കേൾക്കുമ്പോൾ ഹരീഷ് കളിയാക്കി ചിരിക്കുകയാണ്. അവിടെയുള്ള പണിക്കാരൻ പറയും സോറി സിസ്റ്റർ, ഒരു പ്രത്യേക സാഹചര്യത്തിന് എനിക്കത് പറയേണ്ടി വന്നു. നീതു അവനോട് ദേഷ്യം പിടിക്കും. നീതു പറയും ഞാനേ ഒരു ദേഷ്യം കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, മൂക്കിൽ പള്ളി മുളച്ചാൽ നിൻ്റെ ചേട്ടന് വേണ്ടി എന്നെ പെണ്ണാലോചിച്ചുകൊണ്ട്. ഹരീശ്വർ ദേ എൻ്റെ ചേട്ടനെ പറഞ്ഞുണ്ടല്ലോ. നീതു പറയും ചേട്ടനല്ല ഇയാളെ ഞാൻ പറഞ്ഞത്. ഹരീഷ് നീതുവിനോട് കുറേ സോറിയൊക്കെ പറയും. നീതു പറയും ശരി ശരി, പണി കഴിഞ്ഞോ? എത്രയായി? ഹരീഷ് പറയും കാശൊന്നും വേണ്ട. നീതു പറയും വണ്ടി ശരിയായിന്ന് ഞാനെങ്ങനെ ഒന്ന് ഉറപ്പിക്കാം, ഒന്ന് വണ്ടി ഓടിച്ച് കാണിക്ക്. ആ ജംഗ്ഷൻ വരെ ഒന്ന് പോയി വാ. ഹരീഷ് വണ്ടി എടുക്കുമ്പോൾ പിറകെ തന്നെ നീതും കയറും. അവരൊരു റൊമാൻറ്റിക് ബാക്ക്ഗ്രൗണ്ട് സ്കോറിലൂടെ ജംഗ്ഷൻ വരെയൊക്കെ ഒന്ന് പോയി വരും. ഹരീഷ് പറയും ഇനി എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടായാൽ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. നീതു പറയും കംപ്ലൈൻറ്റ് ഇല്ലാത്ത വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. ഹരീഷ് ചോദിക്കും എന്നാലും വെറുതെ ഇങ്ങോട്ടൊക്കെ ഒന്ന് വന്നൂടെ? നീതു ചോദിക്കും എന്തിന്, ഇയാളെന്നെ പ്രേമിക്കുന്നൊന്നുമില്ലല്ലോ ഇങ്ങോട്ടിങ്ങനെ എപ്പോഴും വരാൻ. ഹരീഷ് പറയും ചിലപ്പോൾ ലവ് വന്നാലോ. അത് കേൾക്കുമ്പോൾ നീതുവിന് സന്തോഷമാവും. നീതു അവിടുന്ന് വണ്ടിയെടുത്ത് പോകുന്നത് ഹരീഷ് നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. നിധി വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും എല്ലാവരും പുറത്ത് അവരെയും കാത്തു നിൽക്കുകയാണ്.